ഹലോ, എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ ഒരുപാട് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ഹൗസ് ബിൽഡിംഗ് കോഴ്സായ എയർ ട്രാഫിക് കൺട്രോളർ അഥവാ ATC യെ കുറിച്ചാണ്. എന്താണ് ഒരു എയർ ട്രാഫിക് കൺട്രോളർ ഹൗസ് ബിൽഡിംഗ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? ഇതിന്റെ സെലക്ഷൻ അതുപോലെ ട്രെയിനിങ് പ്രോസസ്സ് എന്തൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് കാണുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളിൽ തോന്നുന്നത് ഫ്ലൈറ്റിന്റെ മൊത്തം കൺട്രോള് പൈലറ്റിന്റെ അടുത്താണെന്നാണ്. പക്ഷേ ഈ പൈലറ്റിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഡ്യൂട്ടിയാണ്. ഫ്ലൈറ്റിന്റെയും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം സേഫ് ആയിട്ടുള്ള ഒരു യാത്ര അത് വാഗ്ദാനം ചെയ്യുന്നത് എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഡ്യൂട്ടിയാണ്. എങ്ങനെയാണ് ഒരു എയർക്രാഫ്റ്റ് സേഫ് ആയിട്ടും ക്വിക്കായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ട്രാവൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് പൈലറ്റിന് കൊടുക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഡ്യൂട്ടിയാണ്. എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആണ് ഫ്ലൈറ്റിന്റെ ട്രാക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇവരാണ് കൃത്യമായിട്ട് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം പൈലറ്റിന് കൊടുക്കുന്നത്. ഫ്ലൈറ്റിന്റെ ട്രാക്കെല്ലാം ഇവർ കീപ്പ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസും അതുപോലെ തന്നെ റഡാർസും യൂസ് ചെയ്തിട്ടാണ്. ജർമ്മനിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് പല രാജ്യങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോളർ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാം. ഇപ്പൊ കാനഡ അല്ലെങ്കിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളെല്ലാം എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ജർമ്മനിയിലത്തെ എയർ ട്രാഫിക് കൺട്രോളർ ഹൗസ് ബിൽഡിങ്ങിന്റെ കേസാണ്. ജർമ്മനിയിൽ നിങ്ങൾക്ക് DFS എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ആ ഒരു DFSന്റെ കീഴിലാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് DFSിലേക്കാണ്. 2023 DFSന്റെ ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബറിലാണ്. ട്രെയിനിങ് നടക്കുന്നത് 2024 ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എല്ലാം ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കും. അപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് 2023 സെപ്റ്റംബറിലുമാണ്. എയർ ട്രാഫിക് കൺട്രോളേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നത്, അതായത് ഫ്ലൈറ്റിന്റെ മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു ടവറിൽ ഇരുന്നിട്ടാണ്. DFSന്റെ കണക്ക് പ്രകാരം ഓരോ വർഷവും ഏകദേശം 2,50,000 ഫ്ലൈറ്റ് മൂവ്മെന്റ്സ് ആണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഇതുപോലെ ഒരു ടവറിൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഫ്ലൈറ്റ് പറന്നു തുടങ്ങുമ്പോൾ അതിന് ടേക്ക് ഓഫ്, അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സേഫ്റ്റി ഡിസ്റ്റൻസ്, ഇനി ഫ്ലൈറ്റ് പറക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ചേഞ്ചിങ് മൂവ്മെന്റ്സ്, ഇതുപോലുള്ള പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ എയർ ട്രാഫിക് കൺട്രോളറെ ഏറ്റവും അധികം കോൺടാക്ട് ചെയ്യുന്നത് പൈലറ്റുമായിട്ട് തന്നെയാണ്. ഇനി പൈലറ്റിനോട് മാത്രമല്ല, നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നിങ്ങൾക്ക് പോലീസായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റിലെ ഒരു കൺട്രോൾ സെന്ററിലെ എയർ ട്രാഫിക് കൺട്രോളറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ വിമാനങ്ങളുടെ സുരക്ഷിതത്വമാണ് മെയിൻ ആയിട്ട് എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആകാശത്ത് പറക്കുന്ന സമയത്ത് മാത്രമല്ല, ഒരു ഗ്രൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്തും അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആണ്. എയർ ട്രാഫിക് കൺട്രോളറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. എയർ ട്രാഫിക് കൺട്രോളറിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ഏജ് എന്നത് 18 വയസ്സാണ്. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 24 വയസ്സാണ്. നിങ്ങളൊരു അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട മാക്സിമം ഏജ് ലിമിറ്റ് എന്നത് 24 വയസ്സാണ്. അതുപോലെ തന്നെ വേണ്ട റിക്വയർമെന്റ്സ് ആണ് നിങ്ങൾക്ക് ജർമ്മനിയിലെ ഹോക്ഷൂൾ അബ്ഷൂസ് ആയിട്ടുള്ള അബിറ്റ്യൂർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് ജർമ്മനിയിൽ ഒരു 13 വർഷത്തെ എഡ്യൂക്കേഷൻ ഉണ്ട്. അതോടൊപ്പം ഒരു എൻട്രൻസ് ക്വാളിഫിക്കേഷൻ കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. അതുകൂടെ കഴിയുമ്പോഴാണ് അബിറ്റ്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിൽ +2 എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലത്തെ 13 വർഷത്തെ എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യാനായിട്ട് സ്റ്റുഡിയൻകൊളേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് സ്റ്റുഡിയൻകൊളേജ്, എങ്ങനെയാണ് ജർമ്മനിയിലത്തെ ഈ ഒരു അബിറ്റ്യൂർ എങ്ങനെയാണ് ചെയ്യുന്നത്, 13 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അബിറ്റ്യൂർ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് C1 ലെവൽ അത്യാവശ്യമാണ്. പക്ഷേ എന്തുകൊണ്ടൊരു നല്ലൊരു ഓപ്ഷൻ എപ്പോഴും അബിറ്റ്യൂർ വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം എയർ ട്രാഫിക് കൺട്രോളറിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസും വളരെ മാൻഡേറ്ററി ആണ്. ഇപ്പോൾ വേറെ രാജ്യത്തു നിന്നുള്ളവർ മാത്രമല്ല, ഇപ്പോൾ ജർമ്മനിലുള്ളവർ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ളവരും ഇതുപോലെ ഹൗസ് ബിൽഡിങ്ങിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് റിജക്ഷൻ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു ചാൻസ് നമ്മൾ ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അബിറ്റ്യൂർ ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസും ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ആണെങ്കിൽ IELTS 7.5 അല്ലെങ്കിൽ 8 ഒക്കെ ആവശ്യമാണ്. ഇനി CEFR ലെവലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ CEFR C1 ലെവൽ അത്യാവശ്യമാണ്. ഈ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽ ആണെന്നുണ്ടെങ്കിൽ C1 ലെവൽ അത്യാവശ്യമാണ്. ഇനി ഏറ്റവും അടുത്ത ഇമ്പോർട്ടന്റ് ആയ റിക്വയർമെന്റ് നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. അത് നമ്മൾ ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ് എല്ലാം കഴിയുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ വെച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ ഫുള്ളി റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നാവിഗേഷൻ അക്കാദമിയുടെ കീഴിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു നാവിഗേഷൻ അക്കാദമിയുടെ ഒരു ട്രെയിനിങ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതോടൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് കോൺസുലേറ്റ് എന്ന് നമ്മളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അതുകൂടെ സബ്മിറ്റ് ചെയ്യണം. അതായത് രാഷ്ട്ര സേവനത്തിനൊന്നും നമ്മളെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതുകൂടെ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.
ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്കോ ബാച്ചിലേഴ്സ് ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കോ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ 2023 ഇൻടേക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2024 ആ ഒരു ട്രെയിനിങ് പ്രൊസീജിയറിന്റെ ടൈമിന്റെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് DFSന്റെ വെബ്സൈറ്റ് വഴി തന്നെ അതിന്റെ കാരിയേഴ്സ് വഴി തന്നെ ഇതുപോലെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് അവരതെല്ലാം ചെക്ക് ചെയ്യും, അനലൈസ് ചെയ്യും. അങ്ങനെ അതെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തെ ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കും. സെലക്ഷൻ ഫേസ് നടക്കുന്നത് ജർമ്മനിയിലെ എയ്റോസ്പേസ് സെന്റർ ഹാംബൂർഗിൽ വെച്ചിട്ടായിരിക്കും. ഇത് DFSന്റെ അണ്ടറിലാണ്. ഇവിടെ വെച്ച് അവർ ചെക്ക് ചെയ്യുന്നത് നമ്മളെ എയർ ട്രാഫിക് കൺട്രോളറിന് സ്യൂട്ടബിൾ ആയ ഒരാളാണോ എന്നുള്ളതാണ്. നമ്മൾ മെന്റലി അതേപോലെ തന്നെ ഫിസിക്കലി ഈ ഒരു ജോബിന് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളാണ് അവർ ഈ ഒരു സെലക്ഷൻ സ്റ്റേജിൽ നോക്കുന്നത്. ഈ ഒരു സെലക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെ പാർട്ടാണുള്ളത് നോക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. FEAST അഥവാ ഫസ്റ്റ് യൂറോപ്യൻ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടായിരിക്കുക. അതിനകത്ത് ഒരു സീരീസ് ഓഫ് കമ്പ്യൂട്ടർ ടെസ്റ്റുകളാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ഒരു ദിവസത്തെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് ശരിക്കും എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഒരു സെലക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് സീരീസ് ഓഫ് ടെസ്റ്റുകളാണ്. അപ്പൊ ഇതിന്റെ സ്കോർ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, ഈ ഒരു സ്കോർ ഇവിടെ മാത്രമല്ല, ഇന്റർനാഷണലി പല ഏവിയേഷൻ കമ്പനികളും ഈ ഒരു സ്കോർ വെച്ചിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സും 2 സ്റ്റേജ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ. പ്രീ സെലക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ മെയിൻ ചോയ്സും ഉണ്ട്. പ്രീ സെലക്ഷനകത്ത് വരുന്നത് ലാംഗ്വേജ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇമാജിനേഷൻ, എബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, ഷോർട്ട് ടൈം മെമ്മറി, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് നമ്പേഴ്സ്, സ്ട്രെസ് റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് പാർട്ട് 1 നോക്കുന്നത്. ഇനി പാർട്ട് 2 ആണ് നമ്മുടെ മെയിൻ ചോയ്സ് വരുന്നത്. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻസ് വരാം, അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ഇന്റർവ്യൂ വരുന്നുണ്ട്, എയർ ട്രാഫിക് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ വരാം, അതുപോലെ തന്നെ സിമുലേഷൻ എക്സസൈസ് വരാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലെ പാർട്ട് 1ഉം പാർട്ട് 2ലും വരുന്നത്. പാർട്ട് 1 പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ട് 2ലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതിനകത്തുള്ള ഓരോ സ്റ്റേജും നമ്മൾ പാസ്സായിരിക്കണം. നമുക്കൊന്നും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എയർ ട്രാഫിക് കൺട്രോളർ ആയിട്ട് ജോലി ചെയ്യുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആയ ഒന്ന് തന്നെയാണ്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി പാസ്സായ എല്ലാവരും തന്നെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തണമെന്നില്ല. കാരണം ഇതിന്റെ ഓരോ സെലക്ഷൻ സ്റ്റേജും അത്യാവശ്യം ടഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് ഒരു എയർ ട്രാഫിക് കൺട്രോളർ ആവാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് അതുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഒരു സെലക്ഷൻ സ്റ്റേജ് അത്യാവശ്യം ഡിഫിക്കൽട്ട് തന്നെയാണ്. കാരണം ഇവർ പല കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിനകത്ത് നോക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് സേഫ് ആയിട്ടോ എഫിഷ്യന്റ് ആയിട്ടോ തീരുമാനിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്കില്ലാണ് മൾട്ടി ടാസ്കിങ്. പല കാര്യങ്ങളും ഒരേ സമയം തന്നെ കേൾക്കാനും അതുപോലെ തന്നെ അതിൽ നോട്ട് ചെയ്യാനായിട്ടും പറയാനായിട്ടും ചെയ്യാനൊക്കെ ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ്. അത് നിങ്ങളുടെ ട്രെയിനിങ് ടൈമിലും ജോലി ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഒരേപോലെ അത്യാവശ്യമുള്ള ഒന്നാണ് മൾട്ടി ടാസ്കിങ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്കില്ലാണ് സ്ട്രെസ് റെസിസ്റ്റൻസ്. പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ ഉണ്ടായിരിക്കാം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് വരാം, വെതർ ചേഞ്ചസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രാഫിക് വരാം, എമർജൻസി സിറ്റുവേഷൻസ് വരാം. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പല കാര്യങ്ങളും സമാധാനത്തോടുകൂടി തന്നെ ആലോചിച്ച് നിങ്ങളുടേതായ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പെരുമാറ്റം, ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. പല ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലും ആലോചിച്ച് സമാധാനത്തോടെ തീരുമാനമെടുത്ത് ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് ചെയ്യാനുള്ള കഴിവും ഈ ഒരു മേഖലയിൽ വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ എല്ലാ ഫേസുകളും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നതാണ്. ഇന്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഓപ്പറേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊഫഷൻസി ഡിവിഷന്റെ ഹെഡും തമ്മിലായിരിക്കും. അങ്ങനെ ഇവിടെ വെച്ച് അവർ നിങ്ങൾ ഒന്നുകൂടി പേഴ്സണലി മീറ്റ് ചെയ്യുകയും നിങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ളത് പ്രൂഫ് കാണിക്കണം. അതായത് മെഡിക്കൽ എലിജിബിലിറ്റി സെക്യൂരിറ്റി ക്ലിയറൻസ്. ഇന്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മളെ അവർ സെലക്ട് ചെയ്തു എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതിനുശേഷം ട്രെയിനിങ്ങിന് മുൻപ് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഈ ഒരു സെലക്ഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളർ ഔസ്ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രാങ്ക്ഫർട്ടിലെ ലാഗൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ എയർ ട്രാഫിക് അക്കാദമിയുടെ കീഴിലായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ഫേസ് നടക്കുന്നത്. ഈ ഒരു ഔസ്ബിൽഡിംഗിൽ നമ്മൾ തിയറിയും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മേജർ പാർട്ട് പ്രാക്ടിക്കൽ ആയിരിക്കും. അതിനകത്ത് നമ്മൾ പ്രാക്ടിക്കലിൽ നമ്മൾ ജോലി എന്താണോ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഫ്രാങ്ക്ഫർട്ടിനടുത്തുള്ള ലാഗനിൽ വെച്ച് നടക്കുന്ന തിയറിയുടെ ആദ്യത്തെ ഫേസിൽ നിങ്ങൾ കുറച്ച് ബേസിക്സ് ആണ് പഠിക്കുന്നത്. 12 മുതൽ 15 മാസം വരെ ആയിരിക്കും തിയറി ആൻഡ് സിമുലേഷൻസ് ഉണ്ടായിരിക്കുക. സെക്കൻഡ് ഫേസിൽ പ്രാക്ടീസ് ആണ്. 12 മുതൽ 18 മാസം വരെ ആയിരിക്കും ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത്.
തിയറിയിൽ തന്നെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യം ബേസിക് തിയറിയാണ് പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റേറ്റിംഗ് കോഴ്സ്. ഈ ഒരു റേറ്റിംഗ് കോഴ്സിനകത്താണ് നമ്മൾ കുറച്ചുകൂടെ ഒരു ജോബ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നത് ഈ ഒരു റേറ്റിംഗ് കോഴ്സ് ചെയ്യുന്ന സമയത്താണ്. ഇനി ഒരു തിയറി സെക്ഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ നാവിഗേഷൻ തിയറി, എയർ ലോ, റേഡിയോ ടെലിഫോൺ പ്രൊസീജിയേഴ്സ്, ഏവിയേഷൻ ഇംഗ്ലീഷ്, എയർക്രാഫ്റ്റ് ടൈപ്സ്, മെറ്ററോളജി തുടങ്ങിയ സബ്ജക്ട്സ് എല്ലാം പഠിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ മേലെ പ്രാക്ടിക്കൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പ്രാക്ടിക്കൽ ടൈമിൽ നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറുടെ സൂപ്പർവിഷനിലായിരിക്കും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു ടവറിനകത്താണ് നമ്മുടെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പല ടവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടവറിലും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എത്ര ടൈം നമുക്ക് ആ ഒരു ടവറിൽ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മളുടെ ഓരോ പെർഫോമൻസിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് എങ്ങനെ ഒരു എയർ ട്രാഫിക് കൺട്രോളറിന്റെ ജോലി എങ്ങനെയാണ് ശരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വർക്കിൽ വരുന്ന സ്ട്രെസ്, അതുപോലെ തന്നെ ഈ ഒരു വർക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഓൺ ജോബ് ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നതാണ്. ഈ ഒരു 3 വർഷത്തെ Ausbildung കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിയറിയും പ്രാക്ടിക്കൽ സെഷനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു എക്സാം കൂടെ പാസ്സാവണം. അങ്ങനെ ഈ ഒരു എക്സാം കൂടെ പാസ്സാവുന്ന സമയത്ത് നമ്മളൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എയർ ട്രാഫിക് കൺട്രോളർ ആയിട്ട് മാറുകയാണ്. എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞ Ausbildung കുറച്ച് ചലഞ്ചിങ് തന്നെയാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സെലക്ഷൻ സ്റ്റേജ് വരെ എത്തുന്നത്. അത് മാത്രമല്ല ഇതൊരു കോമ്പറ്റീറ്റീവ് ആയ ഫീൽഡ് കൂടെയാണ്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും വളരെയധികം വേണ്ട ഒരു മേഖല കൂടിയാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു Ausbildung കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആലോചിച്ചിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. കാരണം ഇതിനു വേണ്ടി നമ്മൾ അത്രയധികം ടൈം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാലറി അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് ടൈമിൽ കിട്ടുന്ന സ്റ്റൈഫൻഡ് അത് കണ്ടുകൊണ്ട് ആരും ഈ ഒരു Ausbildung ചൂസ് ചെയ്യാതെ നിങ്ങൾക്ക് അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രം എയർ ട്രാഫിക് കൺട്രോൾ Ausbildung ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എയർ ട്രാഫിക് ഫീൽഡിൽ Ausbildung അല്ലാതെ ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കൂടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡുവൽ സ്റ്റുഡിയം ചെയ്യാം. അതായത് ഒരു Ausbildung പ്ലസ് ബാച്ചിലേഴ്സ് ചെയ്യാം. അങ്ങനെ ഒരു ബാച്ചിലർ ഓഫ് സയൻസ് കോഴ്സ് ഉണ്ട്. അതാണ് ബാച്ചിലർ ഡിഗ്രി ഇൻ എയർ ട്രാഫിക് മാനേജ്മെന്റ്. ഈ ഒരു ഡുവൽ സ്റ്റുഡിയം പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് Hochshule Worms ആണ്. നിങ്ങൾ DFSന്റെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡുവൽ സ്റ്റുഡിയം കോഴ്സിന്റെ ഇൻഫോർമേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബാച്ചിലർ കോഴ്സ് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കാനായിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പഠിക്കേണ്ട സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവരുടെ വെബ്സൈറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡുവൽ സ്റ്റുഡിയം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു കമ്പനിയുടെ ഫെഡ്രാഗ് വേണം. ആ ഒരു ഫെഡ്രാഗ് വെച്ചിട്ട് വേണം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം DFSൽ ഒരു Ausbildungന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അത് DFS ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെയിനിങ്ങിനായിട്ടുള്ള ഒരു കോൺട്രാക്ട് തരും. ആ ഒരു ട്രെയിനിങ്ങിന്റെ കോൺട്രാക്ട് വെച്ചിട്ട് വേണം നമ്മൾ Hochschule Wormsൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എപ്പോഴും യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് അബിറ്റ്യൂർ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും Studienkollege ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ Hochschule Wormsന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെയുള്ളത് ഇവരുടെ വെബ്സൈറ്റിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ എല്ലാ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ APS സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നമ്മുടെ CV, കവർ ലെറ്റർ, +2 സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആവശ്യമാണ്. മോട്ടിവേഷൻ ലെറ്ററിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളറിന്റെ സ്കിൽസ് ഉണ്ടല്ലോ, ആ സ്കിൽസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഡുവൽ സ്റ്റുഡിയം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാച്ചിലർ ഡിഗ്രി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ Ausbildungന്റെ ട്രെയിനിങ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനും ജർമ്മൻ ലാംഗ്വേജ് ലെവൽ C1 ആവശ്യമാണ്. ഇനി ഈ ഒരു എയർ ട്രാഫിക് കൺട്രോൾ Ausbildung ടൈമിൽ നമുക്ക് എത്രയാണ് സ്റ്റൈഫൻഡ് കിട്ടുന്നത് നോക്കാം. നമുക്ക് ആദ്യത്തെ വർഷം ഏകദേശം 1250 യൂറോ ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം നമുക്ക് ഏകദേശം 1250 യൂറോ മുതൽ 4000 യൂറോ വരെയാണ് കിട്ടുന്നത്. മൂന്നാമത്തെ വർഷം 4000 യൂറോ മുതൽ 5900 യൂറോ വരെയാണ് കിട്ടുന്നത്. ഇനി Ausbildung എല്ലാം കഴിഞ്ഞ് നമ്മളൊരു എയർ ട്രാഫിക് കൺട്രോളർ ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 7000 മുതൽ 9750 യൂറോ വരെയാണ്. രാവിലെ എന്നോ രാത്രി എന്നോ വ്യത്യാസമില്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോളർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഷിഫ്റ്റ് ആർബൈറ്റ്, അതായത് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി ഈ ഒരു ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പബ്ലിക് ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലോ വർക്ക് ചെയ്യേണ്ടി വരും. വീക്ക്ലി വർക്കിംഗ് ടൈം 34 മുതൽ 38 മണിക്കൂർ വരെ വരാം. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എയർ ട്രാഫിക് കൺട്രോളർ ഫീൽഡിൽ വളരെ അധികം അത്യാവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ ഒരു വർക്കിംഗ് അവേഴ്സിന്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കണം. അപ്പോൾ എന്താണ് ജർമ്മനിയിലെ എയർ ട്രാഫിക് കൺട്രോളർ Ausbildung എന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ്, എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലുള്ള ബാച്ചിലർ കോഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ബൈ.